ലീല ടിപ്സ് ആൻഡ് വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ യാത്ര എങ്ങോട്ടാ? നമ്മൾ കോരത്തോടിന് പോവുക. കോരത്തോടിന് പോവുക. നാളെ നമുക്ക് അവിടെ ഒരു കല്യാണം ഉണ്ട്, അതിന് നമ്മൾ കോരത്തോടിന് പോവുക രാവിലെ. അപ്പോൾ അച്ചമ്മച്ചിയൊക്കെ ഏറ്റുമാനൂരിൽ അങ്ങോട്ട് വരും, നമ്മളും കൂടെ അവിടെ ജോയിൻ്റ് ആവും. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുളിയമ്മല ബാലഗ്രാം റോഡാണ്. പുളിയമ്മല ബാലഗ്രാം റോഡിൽ ആണ് സന്യാസിയോട കഴിഞ്ഞിട്ട് മേളേക്ക് കയറി വരുന്ന സ്ഥലത്താണിത്. നല്ല അടിപൊളി ഒരു ലൊക്കേഷനാണ്. ഇതിലെപ്പോൾ വരുമ്പോഴും നമ്മൾ ഇവിടെ നിർത്തി ഒന്ന് വീഡിയോ ഒക്കെ എടുത്ത് പോകണം എന്നൊക്കെ ആലോചിക്കുന്ന സൂപ്പർ വ്യൂ ആണ്. നല്ല അടിപൊളി കാലാവസ്ഥ. അതെ, നല്ല തെളിവായതുകൊണ്ട് നല്ല രസം. അല്ലെങ്കിൽ ഇവിടെ വരുമ്പോൾ തണുപ്പായതുകൊണ്ട് നമ്മൾക്ക് മഞ്ഞ് കയറി കിടക്കും എപ്പോഴും. അപ്പോൾ ഇന്ന് നല്ല കാലാവസ്ഥ, നല്ല രസമാണ്. ഇവിടുന്ന് നമുക്ക് യാത്ര തുടങ്ങാം. പോയേക്കാം, കുഴപ്പമില്ല. എനിക്ക് ആ ചെടിയും പൂക്കളും ഒക്കെ കണ്ടിട്ടേ എന്നെ രസം നോക്കിയത്. നല്ല അടിപൊളി സംഭവം അല്ലേ? കാണണ്ടേ, ഈ കണ്ടോണ്ട് അവിടെ നിൽക്കുമല്ലേ? അതെ 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 അതെ. ആ പൂവൊക്കെ നോക്കിയാൽ ഇവിടെ അത്രയും നല്ല ക്ലൈമറ്റ് ആയതുകൊണ്ടേ ഈ നല്ല രസമാണ് ഇവിടെ കാണാനായിട്ട്. നല്ല അടിപൊളിയായിട്ടല്ലേ വെച്ചേക്കുന്നത് അല്ലേ? ആ, നല്ല ഇടുക്കിയിലാണ് ഒരു പ്രത്യേകതയാണ്. നല്ല രസമല്ലേ ആ വഴി സൈഡിൽ കൂടെ. ആ, ഇടുക്കിയുടെ ഒരു പ്രത്യേകതയാണ് ഈ റോഡും ഈ പൂവും ഒക്കെ, പൂക്കളുടെ കളറും. അപ്പൊ നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് പോയേക്കാം. എങ്ങനെയുണ്ട്? നല്ല അടിപൊളി സീനറി അല്ലേ? മഴ മാറി വെയിലായപ്പോഴത്തേക്കിനും നല്ല പച്ചപ്പായി മൊത്തം. നല്ല ഇതിപ്പോ നമ്മൾ കയറി ചെല്ലുന്നത് പുളിയമ്മലയിലോട്ടായില്ലേ? പുളിയമ്മലയിൽ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് പോകാൻ എത്ര വഴിയുണ്ടല്ലേ? പുളിയമ്മലയിൽ നിന്ന് ബാലഗ്രാം വഴി പോവാം, പുളിയമ്മലയിൽ നിന്ന് തന്നെ തിരിഞ്ഞ് അന്യാർതൊളു വഴി പോവാം, പുളിയമ്മലയിൽ നിന്ന് വേണമെങ്കിൽ ആമയാറി എന്ന് വെച്ച് വരാം. 3-4 വഴിയുണ്ട് അതിലെ അങ്ങോട്ട് വരാനായിട്ട് അല്ലേ? പോയാലും കമ്പംമെട്ടി ചെല്ലും. അതെ 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 അതെ. നല്ല പൂക്കൾ കണ്ടോ? പാപ്പ ഇത് പയ്യെ പോയാലേ നടക്കത്തുള്ളൂ പാപ്പ. അതെ അതെ, എങ്ങനെയെങ്കിലും പോയി കോരത്തോട്ട് ചെന്നൊന്ന് ആറ്റി ചാടണം എന്നുള്ള ആഗ്രഹത്തിലാണ് കുഞ്ഞി. അങ്ങനെ നമ്മൾ പുളിയമ്മല ജംഗ്ഷനിലേക്ക് ചെല്ലുക കേട്ടോ. ഇവിടുന്ന് റൈറ്റ് പോയാൽ മൂന്നാർ, നേരെ സെൻട്രൽ ജംഗ്ഷൻ ചെന്ന് വെച്ച് വലത്തോട്ട് തിരിഞ്ഞാൽ കട്ടപ്പന, ലെഫ്റ്റ് പോയാൽ അന്യാർതുളു, സ്ട്രൈറ്റ് പോയാൽ കുമളി. ഇതൊരു മെയിൻ ജംഗ്ഷനാണ് കേട്ടോ ഈ പുളിയമ്മല. എങ്ങോട്ട് പോകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് റൈറ്റ് തിരിഞ്ഞ് കട്ടപ്പന വഴി അങ്ങ് പോയേക്കാനോ? ഓക്കെ. എടാ, വയനാടൻ ബ്ലോഗറുടെ വണ്ടിയാണോടാ? ഈ പുളിയമ്മല കഴിഞ്ഞ് നമ്മൾ ഇങ്ങോട്ട് മുന്നോട്ട് വരുമ്പോഴേ അതുപോലെ തന്നെ നല്ല അടിപൊളി ഒരു ലൊക്കേഷൻ കേട്ടോ ഇപ്പൊ ഈ ചെല്ലുന്നത്. സീസണാന്ന് പറഞ്ഞു കഴിഞ്ഞാല് വണ്ടി ഇഷ്ടം പോലെ വരുന്നത്. എല്ലാരും ടൂറിസ്റ്റുകൾ മുഴുവൻ ഇടുക്കിക്കാ വരുന്നത്. നമ്മുടെ ഇവിടുത്തെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന എല്ലാ സ്കൂളിൽ നിന്നും കൊണ്ടുവന്നത് ഊട്ടി, ബാംഗ്ലൂർ, മൈസൂർ. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ലൊക്കേഷൻ. ഈ ക്രൈസ്റ്റ് കോളേജ് ഇരിക്കുന്നത് ഇതിനോട് ഇതുണ്ട്. ഇതിന് ക്രൈസ്റ്റ് കോളേജ് വലത്തേക്ക് ഇവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട്. നല്ല അടിപൊളി ഒരു രസം അവിടെ കാണാൻ. നല്ലൊരു വന്ന് നിൽക്കാനൊക്കെ നല്ലൊരു രസമാണ് അവിടെ. ആ, പുളിയമ്മലയൊക്കെ ഒത്തിരി തമിഴ്ക്കാരുണ്ട് ഇവിടെ എസ്റ്റേറ്റുകളിലൊക്കെ. വർഷങ്ങളായിട്ട് ഇവിടെ തന്നെ താമസിക്കുന്ന ആൾക്കാരാണ്. ആ അതെ. ആ കാണുന്നത് കുന്തളംപാറമലയുടെ ഒരു സൈഡാണ് കേട്ടോ. ആ മല താഴോട്ടിറങ്ങിയാണ് നമ്മൾ കട്ടപ്പനയ്ക്ക് ചെല്ലുന്നത്. പുളിയമ്മലയിൽ നിന്ന് ശരിക്കും കട്ടപ്പന വരെ നല്ല താഴെ വരെ ഇറക്കമല്ലേ? ശരിക്കും പുളിയമ്മല എന്തായാലും ഹൈറ്റിലല്ലേ? അതുകൊണ്ടാണ് ഇവിടെ ഈ ക്ലൈമറ്റ് എപ്പോഴും, അതായത് ഇത്രയും ഹൈറ്റിൽ നിൽക്കുന്നതുകൊണ്ടാണ് പുളിയമ്മലയില് ഏത് സമയത്തും പുളിയമ്മല വരുമ്പോ ഒരു തണുപ്പല്ലേ? അത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ടാണ്. ഏലം നന്നായിട്ടുള്ളത് ഇവിടെയല്ലേ? അതെ, പുളിയമ്മല ഏലത്തിന്റെ ഒരു നല്ലൊരു സ്ഥലമാണ്. മോഹൻലാൽ പറയുന്ന പോലെ ഉയരം കൂടുമ്പം ചായക്ക് രുചി കൂടും. ഉയരം കൂടുന്തോറും തണുപ്പ് കൂടുന്ന ചായക്ക് രുചി കൂടുന്ന ഉള്ളി അങ്ങനെ പറഞ്ഞല്ലേ? അത് കൊള്ളാം. കോപ്പി, ഞാനിവിടെ നിന്നിട്ടേ ഈ വലിയ മലയുടെ ചോട്ടിൽ ഞാൻ നിന്നിട്ടുണ്ടല്ലോ, മറ്റേ കുഞ്ഞുറുമ്പൊക്കെ നിൽക്കുകയല്ലേ, അതുപോലെ തോന്നുന്നുണ്ട്. എന്നാ വലിയ മലയാന്ന് കണ്ടോ? നല്ല വ്യൂ ഉണ്ടല്ലേ ആകാശം കൂടി ഇങ്ങനെ വരുമ്പോ. പാറയാണ്, ഒറ്റ പാറയാന്ന് തോന്നേ. ഇതുണ്ടല്ലോ പുളിയമ്മലന്ന് നമ്മള് കട്ടപ്പനയ്ക്കുള്ള ഇറങ്ങി പോകുന്ന വഴിക്ക് ആ വളവിനെല്ലാം വരുമ്പോ ഈ മല കാണാവേ. ഉണ്ടോ? അതേ കൂടെ വെള്ളമൊക്കെ ഒഴുകുന്നുണ്ട് പാറക്കൂടെ. അതെ, അതിലൊന്നും ഒരിക്കലും ആർക്കും കേറി പോകാൻ പറ്റത്തില്ലല്ലോ. അവിടുന്ന് താഴെ വീണ എത്ര നേരം കൊണ്ട് താഴെ വരും? താഴെ വരാനൊന്നും കാണുമല്ലോ ബാക്കി.
താഴോട്ടൊന്നും ഇല്ലല്ലേ? അതെല്ലാം ഏലവാ. ഏലം. അവിടെ വരെ ഏലവാ. അതിന്റെ മണ്ടല്ല പാറ മാത്രമേ ഉള്ളൂ കൃഷിയൊന്നും ഇല്ലാത്തത്. ഈ ബസ് ഇങ്ങനെ വളവ് തിരിഞ്ഞു പോകുന്ന കാണാൻ നല്ല രസമല്ലേ? അടുത്ത സീസണിൽ നമ്മളും എടുക്കുവരണം. കുഞ്ഞിയുടെ ജീവിതാഭിലാഷം എന്ന് പറയുന്നത് ഒരു ടൂറിസ്റ്റ് ബസ് എടുക്കുക എന്നുള്ളതാണ് അല്ലേ കുഞ്ഞി? അടുത്ത വർഷം എടുക്കും നമ്മള്. അത് കൊള്ളാലോ. അച്ഛനെ കൊണ്ട് എവിടെ പോകാൻ പറ്റത്തില്ല. ഇങ്ങനെ ഫോൺ വിളിച്ച് നമ്മളിപ്പോ എന്ന് കോരിത്തൊട്ടി ചെന്ന് ആറ്റി ചാടാനാണോ? തലേ ദിവസം പോയത് നന്നായി, നാളെയും ചെല്ലാം. വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം വെച്ച് നമ്മുടെ പേലപ്പാറ എത്തേണ്ട അതെ, എപ്പോഴും ഫോൺ വന്നുകൊണ്ടിരിക്കും. ജീവിക്കണ്ടേ? ഒന്ന് വെക്കുമ്പോ അടുത്തത്. അത് കൊള്ളാം കേട്ടോ. നമ്മൾ കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കണമായിരുന്നു. അങ്ങനെ നമ്മൾ കട്ടപ്പന എത്തി. ഇതാ കേട്ടോ, കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡാണിത്. ഇതിനകത്തൂടെ കയറി, അതെ, ബസ് സ്റ്റാൻഡിൻ്റെ ഒരു സൈഡ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. സാധനമൊക്കെ വാങ്ങിച്ചു. ഇനിയിപ്പോൾ നമുക്ക് പോകുന്ന വഴിക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാം അല്ലേ? വിശക്കാൻ തുടങ്ങിയല്ലേ? നമ്മൾ സ്റ്റാൻഡിലോട്ട് ഇറങ്ങുന്ന വഴിക്കാണ് കേട്ടോ കട്ടപ്പന കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ. കട്ടപ്പന എല്ലാ ജ്വല്ലറികളും ഉണ്ട്. ഇത് ഭീമ ജ്വല്ലറിയാണ്. ഇപ്പം മൊത്തം മലബാർ എല്ലാം ഉണ്ട് ഇവിടെ. ബ്രാൻഡുകളെല്ലാം ഇങ്ങോട്ടായി അല്ലേ? കട്ടപ്പന പഴയ കട്ടപ്പനയൊന്നും അല്ല കേട്ടോ. കൊച്ചി പഴയ കൊച്ചിയല്ലെന്ന് ബിലാല് പറഞ്ഞ പോലെ. അച്ഛേ വിശക്കുന്നു. ഇപ്പൊ 10:30 നമ്മള് എല്ലാം അമ്മയ്ക്ക് കുറെ ഇതൊക്കെ വാങ്ങിക്കാൻ പോയിട്ട് ഇപ്പൊ സമയം ഇത്രമായി. ഇപ്പം നമ്മൾ കട്ടപ്പന കഴിഞ്ഞ് നരിയമ്പാറയായില്ലേ? ഇനിയിപ്പോൾ ഈ ഇറക്കം ഇറങ്ങി താഴോട്ട് ചെല്ലുമ്പോഴേ നമ്മൾ അഞ്ചുരുളിക്കൊക്കെ തിരിയുന്ന ജംഗ്ഷൻ ഉണ്ട്, കക്കാട്ടുകട എന്നും പറഞ്ഞ്. ആ കക്കാട്ടുകട ജംഗ്ഷനിലൊരു കടയുണ്ട്. അവിടുന്ന് നമുക്ക് ഫുഡ് കഴിച്ചിട്ട് പോകാം കേട്ടോ. ഇന്ന് നല്ല തിരക്കല്ലേ? അവധി ആയതുകൊണ്ട് ഇഷ്ടംപോലെ വണ്ടികളും ആൾക്കാരും ഒക്കെ ഉണ്ട്. കൊറേ ടൂറിസ്റ്റുകളാ. എന്തേലും ബസ് അടുപ്പിച്ചു പോയി ഒരു സ്കൂളിൽ നിന്ന് 3 എണ്ണം. ക്രിസ്മസ് വെക്കേഷൻ എവിടെയെങ്കിലും പോകാം. ക്രിസ്മസ് വെക്കേഷൻ നമുക്ക് എവിടെയാ? എവിടെ പോകാന്ന് പറയുന്നറിയോ? ഇല്ല. തമിഴ്നാട്ടിലെ ഏതെങ്കിലും ഒരു സ്ഥലം പറയും. പിന്നെ നമ്മള് ഗോവയ്ക്ക് പോകും. ക്രിസ്മസ് വെക്കേഷൻ നമുക്ക് ഏതെങ്കിലും ഒരു പള്ളിയിൽ പോയേക്കാം. എറണാകുളം പള്ളിയിലായിരിക്കും. നല്ല അടിപൊളിയല്ലേ? നമ്മുടെ അടുത്ത് പോവാ, വലിയ ചെലവൊന്നുമില്ല. നമുക്ക് ഗോവ പോയി ന്യൂ ഇയർ പാർട്ടി കഴിഞ്ഞ് തിരിച്ചു കൊള്ളാം. ഇപ്പൊ കഴിക്കാനുള്ള നോക്കാം. എല്ലാ ന്യൂ ഇയറിനും പറയുവേ അടുത്ത ന്യൂ ഇയറിന് നിങ്ങളെ ഞാൻ ദുബായിക്ക് ഉണ്ടോ? അതെ അല്ലേ? നമ്മള് കാപ്പിയുടെയൊക്കെ കഴിഞ്ഞേ നമ്മൾ പോയേക്കുവാ. വിട്ടടിച്ചു പോവുക. എന്നാന്ന് ചോദിച്ചാൽ എത്രയും പെട്ടെന്ന് കോരത്തോട്ടി ചെല്ലണം, ആറ്റി ചാടണം എന്നുള്ളതാണ് കുഞ്ഞിയുടെയും പോപ്പിയുടെ ലക്ഷ്യം. എന്നെ ഇതാണ് എന്റെ ബാല്യകാലമൊക്കെ ജീവിച്ച സ്ഥലമല്ലേ. ലബക്കടയാണ് ഇത്. കട്ടപ്പന കഴിഞ്ഞിട്ട് നമ്മള് മുണ്ടക്കയം പോകുന്ന വഴിക്ക്. ഞാൻ LP സ്കൂളൊക്കെ പഠിച്ച ഇവിടെയാണ്. ലബക്കട പള്ളി സ്കൂളുണ്ട്, അവിടെയാണ് LP സ്കൂളിൽ പഠിച്ചത്. സത്യം? പഠിച്ചോ? പിന്നെ LP സ്കൂളിൽ പോയെന്ന് പറഞ്ഞ പോലെ പഠിച്ചോ? പിന്നെ ഇത് കഴിഞ്ഞ് ഹൈസ്കൂളിൽ പഠിച്ച സ്കൂള് ഈ തൊട്ടടുത്ത് തന്നെയല്ലേ? അല്ല, ഹൈസ്കൂൾ മേരികുളത്ത്. മേരികുളം. LP മാത്രം ഇവിടെ, UP ഹൈസ്കൂൾ എല്ലാം മേരികുളത്താ. അപ്പൊ ഈ ഇവിടുത്തെ പിന്നെ ഇവിടെ ഒരു സ്കൂൾ ഉണ്ടല്ലോ, അവിടെ പഠിച്ചില്ല? എവിടെ? സ്വരാജിലോ? സ്വരാജിൽ അത് +2. അത് +1 +2. ഇവിടെ 4ാം ക്ലാസ് വരെ ഉള്ളടാ. അപ്പം പിന്നെ +2 കഴിഞ്ഞിട്ട് പിന്നെ കട്ടപ്പന കോളേജ്, ഗവൺമെന്റ് കോളേജ് അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഓരോ വേറെ ഒരു ഗ്രൂപ്പൊക്കെ ഇല്ലടാ, അതിനകത്തൊക്കെ മെസ്സേജ് വരുന്നത് കാണത്തില്ലേ? അതെല്ലാം ഈ മറ്റേ കട്ടപ്പന ഗവൺമെന്റ് കോളേജിലൊക്കെ പഠിച്ച ഞങ്ങളെ എല്ലാരും മിക്കവാറും എല്ലാരും തന്നെ 1ാം ക്ലാസ് തൊട്ട് ഒരുമിച്ച് പഠിച്ചവരാ. 1ാം ക്ലാസ് തൊട്ട് ഡിഗ്രി വരെ ഒരുമിച്ച് പഠിച്ചവര്. പിന്നെ കുറച്ച് പേര് 5ാം ക്ലാസ് തൊട്ട്. അങ്ങനെ ഇത്രയും വർഷങ്ങളുടെ സൗഹൃദമാണ് എല്ലാരും. ഇപ്പോഴും അതുപോലെ തന്നെ തുടർന്നു പോകുന്നു. എനിക്കും ഉണ്ട്. LKG തൊട്ടോ LKG തൊട്ട് 8 വർഷമായി. 8 വർഷമായിട്ട് ഒന്നിച്ച് പഠിക്കുന്നവരുണ്ടോ? അതാരാടാ 8 വർഷമായിട്ട്? അത് കാർത്തി ഉണ്ടായിരുന്നു, പിന്നെ ഗൗതം ഉണ്ട്. അവൻ 1ാം ക്ലാസ് തൊട്ടാ. ഓ ശരിയാണല്ലോ അല്ലേ? നീ ഇവിടെ അവനെ സ്കൂള് മാറ്റിയില്ലേ, എന്നാലും ഇടയ്ക്കിടയ്ക്ക് പോയി കാണൂല ആഴ്ചയിൽ. നീ ഇവിടെ വന്നു കഴിഞ്ഞിട്ടാണല്ലോ അല്ലേ പഠിക്കാൻ തുടങ്ങിയത്? അവൻ LKG മാത്രമേ കോരത്തോട്ടി പോയുള്ളൂ. UKG തൊട്ട് ഇവിടെ ആയിരുന്നു. അത് ശരിയാണല്ലോ. കണ്ടോ ഒരു വണ്ടി ലോഡ് പോകുന്ന കണ്ടോ? വണ്ടീനെക്കാട്ടില് വലുതാന്ന് കണ്ടോ?
ഉണ്ട്. ഇതാണ് അയ്യപ്പൻ കോവിൽ അമ്പലം. അയ്യപ്പൻ കോവിലിലെ അമ്പലമാണ്. പുതിയ അമ്പലം. പുതിയ അമ്പലം. എങ്ങനെയുണ്ട്? നല്ല അടിപൊളി വ്യൂ അല്ലേ? കഴിഞ്ഞ തവണ വന്ന പൊട്ട് വെള്ളമില്ലായിരുന്നല്ലോ. ഇപ്പം മഴക്കാലം മഴയായില്ലേ? അതെ, ഇഷ്ടം പോലെ വെള്ളം. നല്ല ഇഷ്ടം പോലെ വെള്ളമുണ്ട് അല്ലേ? ഈ വെള്ളാങ്കണ്ട ഈ പാലത്തിന്റെ അപ്പുറ സൈഡ് പടുക എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പെടുകയാണോ? നല്ല ഭംഗിയാ അവിടെ കാണാൻ. ഒരൊറ്റ സീനറിയാ. എന്നിട്ട് ഈ മണിമരുതാ രണ്ട് സൈഡിലും. അത് പൂക്കുന്ന ഒരു സമയത്ത് വരുമ്പം ഒരു മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ ആകുമ്പോ വരുവാണെങ്കിൽ നല്ല ഭംഗിയാ അവിടെ കാണാൻ. വേണ്ട അവിടെ വാ. നീ പറഞ്ഞ സ്ഥലമേ പടുകയല്ലേ? സാധാരണ നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പോയി പെട്ടാലല്ലേ പെടുക എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞ പോലെ ഒരു ദിവസം നമുക്ക് പടുക പോവാം കേട്ടോ. അതെ, നല്ല രസമാണെന്ന് പറഞ്ഞേ. എവിടെയോ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. ആണോ? ഏതോ ഒരു റീൽസോ എന്തോ കണ്ടായിരുന്നു. നല്ല ഭംഗി അവിടെ കാണാം. ഇതിന്റെ രണ്ട് സൈഡിലും മണിമരുന്ന് മരം ഉണ്ട് നിറയെ. അത് പൂത്ത് കഴിയുമ്പോ നല്ല രസമല്ലേ? നല്ല രസം അവിടെ കാണാൻ. നമുക്കൊരു ദിവസം പോയേക്കാം. നമ്മളിങ്ങനെ അറിയപ്പെടാത്ത ഒത്തിരി ചെറിയ ചെറിയ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇടുക്കി ജില്ലയില്. ഇടുക്കി എന്തേരം കണ്ടാലും തീരുക. ഇഷ്ടം പോലെ സ്ഥലമാണ് കിടക്കുന്നത്. മഞ്ഞും മഴയൊക്കെ ഉള്ളപ്പോൾ വരുന്നേലും രസമുണ്ടല്ലേ? വെയിലുള്ളപ്പം വരാൻ. ചപ്പാത്ത് കഴിഞ്ഞല്ലേ? ചപ്പാത്ത് കഴിഞ്ഞ് നല്ല അടിപൊളി റോഡ് പണിത് കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല സെറ്റായി. ഇവിടെ നല്ല രസമായി. ഈ രണ്ട് സൈഡും കവുങ്ങും താഴെയൊക്കെ ഇല്ലിയൊക്കെ വെച്ച് പിടിപ്പിച്ച് തേയിലയും അതിനകത്തൂടെ നല്ല മരങ്ങളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. നല്ല അടിപൊളി വ്യൂ ആ. എന്നാണേലും തേയില കാണാൻ നല്ല ഭംഗിയാ. ക്രോപ്പ് ചെയ്ത് അങ്ങനെ നിർത്തിയേക്കുന്നോണ്ടേ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നത്. സൂപ്പർ സീനറി. ആണോ? നല്ല സീനറിയാ അല്ലേ? ഈ ഒരു വളവും അപ്പൊ 2-3 വളവുണ്ട്. നല്ല വളവല്ലേ? ഇവിടെ എങ്ങനെയുണ്ട്? പഴയ വഴിയൊക്കെ മാറി കഴിഞ്ഞപ്പോഴത്തേക്കിനും നല്ല അടിപൊളിയായില്ലേ അല്ലേ? ഷേപ്പ് തന്നെ മാറി. ആ ഭാഗത്തുനിന്ന് അവിടെ നിന്ന് ഇങ്ങനെ വണ്ടി കയറി വരുന്നത് നല്ല രസമല്ലേ? താഴെയായിട്ട് അത് ആറുണ്ടോ? ആറല്ലേ ഇത്? ആറാ. ഏലപ്പാറ ഒഴുകി വരുന്ന. പണ്ട് നീ ഓർക്കുന്നുണ്ട്? അതായത് നമ്മുടെ കല്യാണം കഴിഞ്ഞ സമയത്തേ, കല്യാണത്തിന്റെ അന്നത്തെ ദിവസമാണ് പറയുന്നത്. ഈ ഇവിടെ വരുമ്പോ ഇവിടെ അന്ന് വേറെ 2 നല്ല മരമൊക്കെ മരത്തിന്റെ അവിടെ ഒന്ന് ഫോട്ടോ വീഡിയോ ഒക്കെ അത് കല്യാണ വണ്ടി ഓർക്കുന്നുണ്ടോ? പിന്നെ എന്നാ പിന്നെ രതീഷ് ചേട്ടായിക്കും ആന്റി അമ്മയ്ക്കും ഒക്കെ ഒരു ഒമിനി ഉണ്ടായിരുന്നു. ഒമിനിയായിരുന്നു നമ്മുടെ കല്യാണ വണ്ടി. ഒമിനിയൊക്കെ അലങ്കരിച്ച് അതിൽ എ സി ഒന്നും ഇല്ല. നല്ല ചൂടൊക്കെ അടിച്ച് നല്ല വയർത്ത് കുളിച്ച് നല്ല രസമല്ലായിരുന്നു അല്ലേ? ഒത്തിരി ഇവിടെ മരമൊക്കെ വെട്ടിക്കളഞ്ഞപ്പോഴത്തേക്കിനും നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു രസം അല്ലേ? അതെ. പക്ഷെ ഉണ്ടല്ലോ, ഈ റോഡ് പണിതോണ്ടിരുന്നപ്പോഴേ ഈ കെട്ട് താഴോട്ടുള്ള കെട്ട് അത്രയും ഹൈറ്റിലല്ലേ കെട്ടിപ്പൊക്കിയേക്കുന്നേ. ഇതൊക്കെ എന്ന് കെട്ടിപ്പൊക്കി തീരുമെന്നൊക്കെ നമ്മൾ വിചാരിച്ചേ. പണിയൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ആ ഏരിയ ഉണ്ടോ? അക്കരെ എല്ലാം മൊത്തം കണ്ടോ? അവിടെയൊക്കെ കംപ്ലീറ്റ് ആ മരമെല്ലാം വെച്ചിട്ട് ഏലം വെച്ച് അവിടെ നേരത്തെ അവിടെ മൊത്തം തേയിലയായിരുന്നു. എല്ലാരും ഏലകൃഷിയിലോട്ട് തിരിയുവാന്ന് തോന്നുന്നു. ഇതൊരു നല്ലൊരു വ്യൂ പോയിന്റ് കേട്ടോ. ഈ ഏലപ്പാറയ്ക്ക് കഴിഞ്ഞിട്ട് നമ്മൾ കട്ടപ്പനയ്ക്ക് വരുന്ന വഴിക്ക് ഇറങ്ങി വരുമ്പോൾ നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. ഇപ്പൊ വണ്ടി നിർത്താനുള്ള ഒരു സൗകര്യം ഉള്ളതുകൊണ്ട് ഇറങ്ങി എല്ലാം നല്ലപോലെ കാണാം. വീതിയുള്ളതുകൊണ്ട്. അതിന്റെ മേളുവശം കണ്ടോ? ആ ഭാഗം കണ്ടോ? ആ മേളിലൊരു മല കണ്ടോ? ആ മലയുടെ ആണ് ഒരു അമ്പലമൊക്കെ ഉണ്ടെന്ന് പറയത്തില്ലേ? കൈലാസഗിരി എന്ന് കണ്ട കേട്ടോ. ഇനിയിപ്പോ അവിടെ ഒന്ന് പോകണം. ഇടയ്ക്കെപ്പോഴും സമയം കിട്ടും എന്നും പറയുന്നതാണ് ഇത്. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോയേക്കാല്ലേ? നമ്മുടെ യാത്രയിൽ നമ്മളിപ്പോൾ വന്നെത്തി നിൽക്കുന്നത് നമ്മൾ കുട്ടിക്കാനം ഏലപ്പാറ റൂട്ടിലുള്ള സെൻറ്റ് ജോർജ് ചർച്ചിലാണ്. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമാണ്. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രസമാണ് കാണാൻ. എന്നാ ഭംഗിയാന്ന് നോക്കി ഇവിടെ കാണാൻ അല്ലേ? ഇത് കണ്ട ഈ മരത്തെ കൂടെ അത് പായലാണോ? അത് പായലാ. നല്ല രസം കാണാനേ. മരങ്ങൾ അങ്ങനെ ഇഷ്ടം പോലെ അല്ലേ നിൽക്കുന്നല്ലേ? ഈ മരങ്ങളെ കാണാൻ നല്ല രസമല്ലേ? ഇതുപോലത്തെ മരമായിരുന്നു ഞാൻ മുമ്പേ പറഞ്ഞ നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് വന്നു റോഡ് സൈഡിൽ കൂടെ ഉണ്ടായിരുന്നത്. അല്ലേ? ഉമ്മാരിടക്കിടക്ക് പൊടി തട്ടി നോക്കുന്നത്. അതൊക്കെ നല്ല രസം ഇവിടെ കാണാനേ. ഒത്തിരി ആളുകൾ വരുന്നുണ്ട് കേട്ടോ. നല്ല തണുപ്പും. പക്ഷെ ഇവിടെ കൊറേ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അവിടെ ആ സെമിത്തേരി സൈഡൊക്കെ ഇല്ലേ? ഇവിടെ ഒരു കുറച്ച് പ്രത്യേകതകളൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഒരു പ്ലാന്റർ ഉണ്ടായിരുന്നു, ബ്രിട്ടീഷ് പ്ലാന്റർ, ഒരു ജോൺ ഡാനിയൽ എന്ന് പറഞ്ഞ ഒരാൾ. അദ്ദേഹത്തിന്റെ കുടീരവും അദ്ദേഹത്തിന്റെ കുതിര അതുപോലെ സ്നേഹിച്ച് വളർത്തിയ കുതിരയാണ്. അതിന്റെ ശവകുടീരം എല്ലാം കൂടെ ഒന്നിച്ച് ഇതിനകത്താണ് ഉള്ളത്.
ആണോ? ഇത് 1869 ഹെൻറി ബേക്കർ ജെ.ആർ അങ്ങനെ പറയുന്ന ഒരാള്, പിന്നെ അയാളുടെ മിഷനറി ആയിരുന്നു ഈ ചർച്ച്. അങ്ങനെയാണ് ഇവിടെ എത്തിയത് അല്ലേ? ബ്രിട്ടീഷുകാർ പണിതായിരിക്കും അല്ലേ? ഇത് നമ്മൾ കുട്ടിക്കാനം റോഡില്ലേ, മെയിൻ ഹൈവേ കുട്ടിക്കാനം ഏലപ്പാറ റോഡാ താഴെ വണ്ടി പോകുന്നത്. കണ്ടോ കണ്ടോ? അതിനോട് തൊട്ട് ചേർന്ന് തന്നെ ആ കുതിരയുടെ സെമിട്രി ഒക്കെ ഇരിക്കുന്നത് കണ്ടോ? കണ്ടോ എഴുതിയേക്കുന്നതാണ് ഡോണി എ വൈറ്റ് ഹോഴ്സ് ഓൺഡ് ബൈ JD മുർണോ. കണ്ടോ? ഇവിടെ തന്നെയാണ് പുള്ളിയുടെ ശവക്കല്ലറയും എല്ലാം. ഇത് കേട്ടോ, ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഒരു പഴയ ഒരു മരം. കണ്ടോ? എങ്ങനെയുണ്ടോ മരം? കണ്ടോ? എനിക്ക് ഈ മരം ഭയങ്കര ഇഷ്ടപ്പെട്ടു പോയി. അതെ അല്ലേ? നല്ല രസമുണ്ടല്ലേ? ഇതിന്റെ വീതി നോക്കിയേ, മരത്തിന്റെ വീതി നോക്കിയേ. അത് വർഷങ്ങൾ പഴക്കമുള്ള, എത്രയോ വർഷങ്ങൾ പഴക്കമുള്ളതായിരിക്കും. അതാ കേട്ടോ പള്ളി. അതെ, പഴയ പള്ളി, ഋഷികാരുടെ കാലത്തുള്ള പള്ളിയാണ്. കുഞ്ഞു കുഞ്ഞു മരങ്ങൾ. ഇതോ കുഞ്ഞു കുഞ്ഞു ചെറിയ ഇലകള് കുഞ്ഞത്, പക്ഷെ ഈ മരമൊക്കെ ഒരുപാട് വർഷം പഴക്കമുള്ള മരങ്ങളാണ്. അതാ ഞാൻ ഉദ്ദേശിച്ചത്. പണ്ട് നമ്മൾ ഇതിലൂടെ വന്നപ്പോ ഇവിടെ കയറി നമ്മൾ ഒരു ദിവസം നിങ്ങളുടെ ഫോട്ടോ ഒക്കെ എടുത്ത് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ കുഞ്ഞതായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാനത് ഗ്യാലറി കിടക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾ രണ്ടുപേരോട് ഇവിടെ നിൽക്കുന്നത്. ഈ മരത്തിനൊക്കെ എത്ര കാലം പഴക്കുന്നത്? അതൊക്കെ ബ്രിട്ടീഷുകാർ വെച്ച മരങ്ങളാണ്. എന്നാണേലും നല്ല ശാന്തസുന്ദരമായ സ്ഥലമാണ് അല്ലേ? ഒരു യാതൊരു ശല്യങ്ങളും ഇല്ലാതെ സ്വസ്ഥമായിട്ട് വന്നിരിക്കാൻ പറ്റിയ സ്ഥലം. ഇത്ര ഏരിയ ഉള്ളെങ്കിലേ. അപ്പോൾ നമ്മുടെ നാട്ടിലേക്കുള്ള യാത്രയിൽ നമ്മൾ കുട്ടിക്കാനം വരെ എത്തിയിരിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അല്ല, പുതിയ വീഡിയോ അല്ല, ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം. ബാക്കി വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം.